നിന്നെ കാണാൻ നെഞ്ചിൽ ചേർക്കാൻ ഇത് എവിടെയാ ഇത് ഈ പോന്നത് ഞാൻ പറഞ്ഞു സാർ മഞ്ജരി ഏതാണ് ആദ്യം പാടിയത് അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ആദ്യം ശിലജാലകവാതിൽ എന്ന് പറഞ്ഞു അതേതാ ക്ലാസ്മേറ്റ്സ് ഇല്ലാത്ത ഏത് പാട്ടാണ് എന്റെ കൽബിലെ ആ അത് ഞാനാ മാറ്റി ചെയ്യുന്നത് ഈ മെല്ലെ ഒന്ന് കിളിങ്ങിയോ കൈവളകൾ അറിയാതെ അപ്പൊ അത്രയും സോഫ്റ്റ് ആയിട്ടാണ് അവള് ഈ തിരശീല ഞുറിയിട്ടത്. ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി. അന്ന് ടി വി കണ്ട വിഷ്വൽസ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. മഞ്ജരിയെ കാണുമ്പോൾ ചിലർക്ക് ആ പാട്ടായിരിക്കും ഓർക്കുക, മുഗ്ലിൻ മകളെ. ഇപ്പൊ സുരേഷ് ഗോപി സാർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്റെ ഫാമിലിയുമായിട്ട് ഒരുപാട് അടുത്ത് റിലേറ്റ് ചെയ്യുന്ന ഒരു പാട്ടാണ് മോളെ, എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഖയാലൊക്കെ ചെയ്യുന്ന സമയത്ത് മഞ്ജരിയെ കുറിച്ച് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ബോധ്യം എന്ന് പറയുന്നത് അഹങ്കാരിയാണ്, വലിയ പഠിപ്പുള്ള ആളാണ് ഇക്കാര്യത്തിൽ. കണ്ണൊക്കെ ഉരുട്ടിയപ്പോഴത്തേക്ക് ഞാൻ വെച്ചാൽ അഹങ്കാരിയാന്ന് പറയാൻ പോലെ. പിന്നെ ഈ മത്തിയുടെ ഇണറില്ലേ മുട്ട, അതൊരു ക്രസന്റ് ഷേപ്പിലിരിക്കുന്ന ഒരു സാധനമുണ്ട്, അത് ഭയങ്കര ടേസ്റ്റ്. അത് ഫ്രൈ ചെയ്യുക, അത് ഇതൊക്കെ വെച്ച് പപ്പടമൊക്കെ വെച്ചൊരു പിടിയൊക്കെ പിടിക്കാൻ. പക്ഷെ ഈ സൗന്ദര്യത്തെ ബാധിക്കാതെ എങ്ങനെയാ ഭക്ഷണം കഴിക്കണേ? ഒരു 10-15 മിനിറ്റ് പോലും ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ തീരെ എനിക്ക് മിണ്ടായിരിക്കാൻ പറ്റില്ല. ആറ്റിൻകരയോരത്തെ ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ.